ചാന്ദ്രപഠനത്തിൽ നിർണായകമാകുന്ന നിരവധി വിവരങ്ങളുമായി ചന്ദ്രയാൻ 2 ഓർബിറ്റർ. നിർണായക വിവരങ്ങൾ നൽകി ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. ഉപരിതലത്തിന്റെ പരുക്കൻ സ്വഭാവം, ജലസാന്നിധ്യം എന്നിവയെക്കുറിച്ച് റഡാർ പഠനം നടത്തി. പല ഭൗമ മൂലകങ്ങളുടെയും ഘടകങ്ങൾ കണ്ടെത്തിയതായും ISRO അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ISROയുടേത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. വിവരങ്ങൾ എന്തെല്ലാം? തീർച്ചയായും നീലിമ, ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തലാണ്. അതായത് 2019 മുതൽ ചന്ദ്രനെ വലം വയ്ക്കുന്ന ചന്ദ്രയാൻ 2 ഓർബിറ്റർ നൽകിയിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റഡാറിൽ നിന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. അതിന്റെ ഡാറ്റ അനാലിസിസിന് ശേഷം ഇപ്പോൾ നമുക്ക് ISRO പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ സർക്കുലർ പോളറൈസേഷൻ റേഷ്യോ, അത് ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. അതായത് ചാന്ദ്രപ്രതലത്തിലെ ജലത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച നിരവധിയായ ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ പല രൂപരേഖകളും പല ധാരണകളും ജലത്തിന്റെ സാന്നിധ്യമുള്ള പ്രദേശമുണ്ട് എന്നെല്ലാം തന്നെ ഭാരതം അയച്ച റോവറും കണ്ടെത്തിയിട്ടുണ്ട്. വിക്രം റോവർ എല്ലാം തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച ഒരു ഡാറ്റയാണ് ഈ സർക്കുലർ പോളറൈസേഷൻ റേഷ്യോ എന്ന് പറയുന്ന വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് സംബന്ധിച്ച ഒരു ഡാറ്റ ലഭ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ പരിശോധന കഴിഞ്ഞു, വിവിധ ലെയറുകളിലുള്ള ഡാറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ബൗൺസ് യൂജിൻ വാല്യൂ റിലേറ്റീവ് ഡിഫറൻസ്, അതായത് ഈ പ്രതലത്തിന്റെ ആ ഒരു പരിക്കൻ സ്വഭാവം അല്ലെങ്കിൽ പ്രതലത്തിന്റെ രീതി, ഉയർന്നും താഴ്ന്നും ഇരിക്കുന്ന പ്രതലത്തിന്റെ രീതികൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു റഡാർ ഡാറ്റയാണ് തേർഡ് എന്ന് പറയുന്ന ഈ റഡാർ ഡാറ്റ. അതായത് സിംഗിൾ ബൗൺസ് ഈജൻ വാല്യൂ റിലേറ്റീവ് ഡിഫറൻസ് എന്ന് പറയുന്ന സംവിധാനം. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്, അതായത് ഈ വൈദ്യുതിയുടെ ചാലനം സംബന്ധിച്ച പഠനമാണ് ഈ ഡൈ ഇലക്ട്രിക് പഠനം അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡൈ ഇലക്ട്രിക് മെറ്റീരിയലുകളുടെ സാന്നിധ്യം നമുക്കറിയാവുന്നതാണ്. ചന്ദ്രപ്രതലത്തിൽ 50 ഡിഗ്രി സെന്റിഗ്രേഡും അതുപോലെ തന്നെ ചന്ദ്രന്റെ 5 സെന്റിമീറ്റർ താഴെയുള്ള ഭാഗത്ത്, പ്രതലത്തിൽ പൂഴിയിൽ 5 സെന്റിമീറ്റർ താഴെ നെഗറ്റീവ് ഡിഗ്രി സെന്റിഗ്രേഡുമായി മാറിയ ഒരു കണക്ക് ചാസ്ത എന്ന് പറയുന്ന നമ്മളുടെ ചന്ദ്രയാൻ 3 ഉപകരണം കൃത്യമായി കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ, ഈ വൈദ്യുതിയും അതുപോലെ തന്നെ ചൂടും ചാലനം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നതിനെ പ്രതിരോധിക്കുന്ന സാഹചര്യങ്ങൾ ഏത് രീതിയിലാണ് എന്ന രീതിയിലൊക്കെയുള്ള പഠനം നടത്തുന്ന ടി റേഷ്യോ സംബന്ധിച്ചൊരു വിവരമാണ് മറ്റൊന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ വിവിധ റഡാർ ഡാറ്റകളെ ലഭ്യമാക്കുന്നതിന് വിവിധങ്ങളായ റഡാറിന്റെ പ്രതിഫലനങ്ങൾ ലഭ്യമാക്കുന്ന വിവിധ മൂലകങ്ങൾ സംബന്ധിച്ചുള്ള പഠനം, അത്തരത്തിലുള്ള വിശാലമായൊരു പഠനമാണ് നടന്നത്. തീർച്ചയായും ചന്ദ്രന്റെ പ്രതലത്തിലെ ജലസാന്നിധ്യം കണ്ടെത്തുക, അതുപോലെ ചന്ദ്രന്റെ പ്രതലത്തിലെ ആ ഒരു റഫ്നെസ് അല്ലെങ്കിൽ ആ ഒരു പരുഷമായ പരിക്കൻ അവസ്ഥ കണ്ടെത്തുക, അതൊക്കെ വളരെ കൃത്യമാണ്. നമുക്കറിയാവുന്നതാണ്. ചന്ദ്രയാൻ 3 ലാൻഡിങ്ങിന്റെ സമയത്ത് കൃത്യമായി ഒരു 60 മീറ്റർ ഉയരത്തിൽ ചന്ദ്രന്റെ അടുത്ത് എത്തിയതിനു ശേഷം വീണ്ടും റീറോവർ ചെയ്ത് മാറിയാണ് ചന്ദ്രന്റെ പ്രതലത്തിൽ ഇറങ്ങിയത്. ഇത്തരത്തിൽ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളിലെ ചന്ദ്രപ്രതലത്തിലെ ഈ ഉയർച്ചയും താഴ്ചയും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുക ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദൗത്യങ്ങളിലും അതുപോലെ തന്നെ അവിടെ മനുഷ്യവാസം സാധ്യമാക്കുക എന്ന വലിയ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറ്റവും നിർണായകമാണ് ഈ പഠനങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചിത്രങ്ങൾ അത്തരത്തിൽ ലഭ്യമായ ഡാറ്റകൾ പരിശോധിച്ചതിന് ശേഷം പുറത്തുവിട്ട ചിത്രങ്ങളുമാണ്. നീലിമ, ശരി. ചാന്ദ്രപഠനത്തിൽ നിർണായകമാകുന്ന നിരവധി വിവരങ്ങളുമായി ചന്ദ്രയാൻ 2 ഓർബിറ്റർ. വിവരങ്ങളാണ് ഐസൻ ജോസ് പങ്കുവച്ചത്.